ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ചിക്കൻ കുനാഫ കഴിച്ചിട്ടുണ്ടാകും. കുനാഫ നമ്മൾ ഒരുപാട് സ്വീറ്റിൽ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി ആയിട്ട് ചിക്കനിൽ നമുക്കൊരു സ്നാക്കായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുനാഫ ഡോ ഈ ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെച്ചായിരുന്നു കേട്ടോ. നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് ഈ സ്വിസിൻ്റെ ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അതായത് 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് അതിൻ്റെ നേരെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ഉള്ളൊരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ ഉള്ളതുപോലെ തോന്നും, പക്ഷേ അതറിയാലോ, അത്യാവശ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് ഒതുങ്ങി നിന്നോളൂ അല്ലേ. ഇനിയിപ്പോൾ ഈ ഒരു 250 ഗ്രാം കുനാഫ ഡോയിലേക്ക് 100 ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ മെൽറ്റ് ചെയ്ത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മിക്സിംഗ് ആണ് മെയിൻ സ്റ്റെപ്പാണ് ഈ ഒരു നമ്മുടെ കുനാഫ റെഡിയാക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിപ്പം ബട്ടറിലൊന്ന് സോക്ക് ചെയ്തെടുക്കാണ് കേട്ടോ നമ്മുടെ കുനാഫ ഡോനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ വൈറ്റ് കളറല്ലേനോ ആദ്യം കുനാഫ ഡോ, അത് ബട്ടറിൽ നന്നായിട്ട് സോക്കായി വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് കളറ് മാറി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക എങ്കിൽ അത് കറക്റ്റ് എല്ലാ സൈഡിലേക്കുമായിട്ട് ബട്ടർ എത്തുള്ളൂ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ബട്ടർ മിക്സായി കണ്ടില്ല, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇതുപോലെ സോക്ക് ചെയ്ത് അവിടെ വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് 200 ഗ്രാമോളം ചിക്കൻ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കുനാഫ ഈ ഒരു ചിക്കൻ ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കട്ടെ. നോർമൽ ഫ്രൈയിങ് തന്നെ, എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ ഇത്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും കൂടി ഒരു ടൈമിൽ ഇട്ട് കൊടുക്കണേ. കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇട്ടതാണ്, എന്നാലും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് സവാള കാര്യങ്ങളൊന്നും ഇതിലിടേണ്ട കേട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം ചിക്കൻ കടിക്കാൻ കിട്ടണം ഈ ഒരു ഫില്ലിങ്ങിന്ന്. ചെറിയൊരു ഫില്ലിങ്ങാണ് നമ്മൾ റെഡിയാക്കുന്നുള്ളൂ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഞാനങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ 1-2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മാത്രമാണ് കേട്ടോ ഞാൻ പൊടികളായിട്ട് ഇതിൽ ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടതാണല്ലോ മുളകും മഞ്ഞളും സംഭവങ്ങളൊക്കെ. പിന്നെ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയുടെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ചേർക്കട്ടെ, അത് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസിൽ അത് മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, ചിക്കൻ അത്യാവശ്യം സവാളേനേക്കാളും കാണാനില്ല, ഇതുപോലെ കാണാൻ കിട്ടണം കേട്ടോ, കടിക്കാനും കിട്ടണം. ഭയങ്കര പൊടിയായിട്ട് ചിക്കൻ കട്ട് ചെയ്യരുത്, ഈ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുകയും വേണം. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫില്ലിങ് അവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കുനാഫ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പോള റെഡിയാക്കുന്ന പാനിലാണ് കേട്ടോ ഈ ഒരു പോള സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് നെയ്യോ ബട്ടറോ എന്താണോ ഇഷ്ടമുള്ളത് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ നമ്മുടെ പാൻ്റെ എല്ലാ സൈഡിലുമായിട്ട്. അതിനുശേഷം നമ്മുടെ കുനാഫ ഡോയിൽ നമ്മൾ ബട്ടറിലെല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ നേരെ പകുതി, അത് 2 ലെയറായിട്ട് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റ് ഹാഫ് പോർഷൻ തന്നെ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാൻ്റെ എല്ലാ സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡിൽ കുറച്ചൊന്ന് എന്താ പറയുക, ഒരു ഹൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. അതായത് സൈഡ് ചെറിയ രീതിയിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ, ബാക്കി എല്ലാ സൈഡും ഒരുപോലെ ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നേരെ ഹാഫായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അടിയിലത്തെ ലെയറും മുകളിലത്തെ ലെയറും ഒരേ തിക്നെസ് തന്നെ ഉണ്ടാവും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ലെയർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അവിടെ ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഫില്ലിങ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരുപാടൊന്നുമില്ല, ഈ ഒരു പോളക്ക് കണക്കായിട്ടുള്ള ഫില്ലിംഗ് ആണേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കുക. അധികം സൈഡിലോട്ടായിട്ട് വെച്ച് കൊടുക്കണ്ട കേട്ടോ, സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വെച്ച് കൊടുത്താൽ, കാരണം ഫില്ലിങ് റെഡിയാക്കിനെ പുറമെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് സ്പൂണ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ നേരത്തെ പകുതി പോർഷൻ കുനാഫ ഡോ അവിടെ മാറ്റി വെച്ചില്ല, അത് മൊത്തത്തിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ സൈഡിൽ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, കാരണം ഫില്ലിങ് റെഡി ആക്കിനെ പുറമെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചത് സൈഡ് കുറച്ചൊന്ന് ഗ്യാപ്പ് ആക്കിയിട്ടല്ലേ, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊണ്ട് രണ്ടും കൂടി ജോയിൻ്റ് ആയി കിട്ടാൻ വേണ്ടി ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗമൊക്കെ കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കുനാഫ പോളയുടെ ചിക്കൻ കുനാഫ പോള റെഡി ആയിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 15 to 20 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. 15 മിനിറ്റ് ആകുമ്പോൾ അടപ്പ് തുറന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, സൈഡൊക്കെ കളറൊന്നും മൊരിഞ്ഞ് വന്നിട്ടുണ്ടോ, ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. റെഡി ആയിക്കുന്ന സൈഡ് ഒന്ന് വിട്ട് വരും കേട്ടോ പാൻറ്റ്. അതുപോലെ സൈഡിൽ നിന്ന് കളറ് മാറിയതായിട്ട് കാണാനും പറ്റും ആ ഒരു ടൈം. പിന്നെ ഓരോ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാൻ കേട്ടോ ടൈം, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കുനാഫ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സൈഡൊക്കെ ഒന്ന് പാൻറ്റ് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡൊക്കെ കണ്ടില്ല, ചെറുതായിട്ടൊന്ന് കളറ് മാറി മുരിഞ്ഞതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കളറ് മാറി കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തിരിച്ചിട്ടോ, കാരണം എന്തായാലും അടിഭാഗത്ത് നന്നായിട്ട് കളറ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ വേറൊരു പാനിലേക്ക് നന്നായിട്ട് ബട്ടർ തടവിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ തടവാൻ വേണ്ടി വിട്ടു, ബട്ടറോ നെയ്യോ യൂസ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ കുനാഫ നോക്കി, ചിക്കൻ കുനാഫ അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡും അത്യാവശ്യം കളറൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കുനാഫ റെഡി ആയിട്ടിട്ട് ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഒരുപാട് മെനക്കെട്ടുള്ള പണിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ട് ചിക്കനൊക്കെ അതിൽ നിന്ന് കടിക്കാൻ കിട്ടും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ നമ്മളെപ്പോഴും കുനാഫ സ്വീറ്റ് ആയിട്ടുള്ള വേർഷനല്ല ചെയ്യില്ല, അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും സ്പൈസി സ്നാക്സ് ആയിരിക്കുമല്ലോ കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യട്ടെ കുനാഫ, കാരണം അറിയാമല്ലോ അതിൻ്റെ ആ ഒരു ലെയർ ഇളകി പോകാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ ആകുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്